നിതീഷ് കുമാർ എൻ ഡി എയിലേക്കോ എന്നുള്ളൊരു ചോദ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന ഒന്നാണ്. ഇപ്പോൾ അതിനൊരു അടിവര ഇട്ടുകൊണ്ട് മറ്റൊരു നീക്കം നടന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്നലെ രാത്രിയോടുകൂടി RJDയുടെ, അതായത് നിതീഷ് കുമാറിൻ്റെ സഖ്യകക്ഷിയായ ലല്ലു പ്രസാദിൻ്റെ RJDയുടെ പ്രധാനപ്പെട്ട 3 മന്ത്രിമാരുടെ വകുപ്പുകൾ നിതീഷ് കുമാർ നീക്കം ചെയ്തിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി ചന്ദ്രശേഖരനെ കരിമ്പ് വ്യവസായ മന്ത്രിയാക്കി മാറ്റി നിയമിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ റവന്യൂ ലാൻഡ് റിസോഴ്സ് വകുപ്പ് മന്ത്രി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. പ്രത്യേകിച്ച് ലാലുവും അദ്ദേഹത്തിൻ്റെ മകനും EDയുടെ അന്വേഷണം നേരിടുന്ന ED നോട്ടീസ് കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ മന്ത്രിയായ അലോക് മേത്തയെ മാറ്റിയിരിക്കുന്നു. മറ്റൊരു വകുപ്പാണ് നൽകിയിരിക്കുന്നത്. ഇത് RJD JDU തർക്കം രൂക്ഷമാക്കാൻ ഇടയാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നിതീഷ് കുമാർ പറഞ്ഞത് തങ്ങളുടെ MLA-മാരെല്ലാം തന്നെ, JDUവിൻ്റെ MLA-മാരെല്ലാം തന്നെ പട്നയിൽ തുടരണം, ചില അടിയന്തര ഘട്ടങ്ങളിൽ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. ഒപ്പം തന്നെ NDAയുടെ ഘടകകക്ഷിയായ ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടിയും തങ്ങളുടെ MLA-മാർക്ക് പട്നയിൽ തുടരാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. BJP അടിയന്തര യോഗം ചേരുകയും ചെയ്തു. അമിത്ഷാ പറഞ്ഞത് നിതീഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്ന് NDAയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചാൽ പരിഗണിക്കും എന്നാണ് പറഞ്ഞത്. നിലവിൽ നിതീഷ് കുമാറിൻ്റെ ഏതാണ്ട് രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ രാഷ്ട്രീയ കാലഘട്ടം തീരുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം മുഖ്യമന്ത്രി പദത്തിൽ തന്നെ ഇനി എത്ര നാൾ കടിച്ചു തൂങ്ങാൻ കഴിയുമെന്ന് അറിയില്ല. ഏതായാലും അങ്ങനെ ആടി ഉലഞ്ഞ് മുൻപോട്ട് പോകുന്നൊരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു നീക്കവുമായി നിതീഷ് കുമാർ രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും മന്ത്രിസഭ നിലംപതിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ മന്ത്രിമാരെ മാറ്റുന്നതിൽ വലിയ പ്രതിഷേധമാണ് RJDയിൽ ഉയരുന്നത്. അങ്ങനെയെങ്കിൽ അവർ പിന്തുണ പിൻവലിച്ചാൽ BJPയുടെ സഹായമില്ലാതെ മുൻപോട്ട് പോകാൻ നിതീഷ് കുമാറിന് കഴിയാതെ വരികയും ചെയ്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ബീഹാറിൽ ഉരുത്തിരിയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.